കാടിന്റെ ഹൃദയഭാഗത്ത് പുരാതന മരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയും ഇടതൂർന്ന ഇലകൾക്കിടയിലൂടെ നദികൾ കൊത്തിയെടുത്ത് ഒഴുകുകയും ചെയ്യുന്നിടത്ത് ധൈര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു കഥ വികസിക്കുന്നു. ചെന്നായ്ക്കൾ വളർത്തിയ ഒരു കൊച്ചുകുട്ടിയായ മൗഗ്ലി ഈ സാഹസികതയുടെ കേന്ദ്രബിന്ദുവാണ്. ഒരു കുഞ്ഞായി കണ്ടെത്തപ്പെടുകയും ചെന്നായ്ക്കളുടെ ഒരു കൂട്ടം സ്വീകരിക്കപ്പെടുകയും ചെയ്ത മൗഗ്ലി തന്റെ വിശ്വസ്ത ചെന്നായ മാതാപിതാക്കളായ രക്ഷ, രാമ എന്നിവരിൽ നിന്ന് കാട്ടിലെ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് വളരുന്നു. ജാനിയായ പാന്തർ ബഗീര അവന്റെ വഴികാട്ടിയും സംരക്ഷകനുമായി പ്രവർത്തിക്കുന്നു, യഥാർത്ഥ ശ്രദ്ധയോടെ അവനെ നിരീക്ഷിക്കുന്നു. ഷേർ ഖാൻ എന്ന ഭയാനകമായ കടുവ മനുഷ്യക്കുട്ടിയെ ഒഴിവാക്കാൻ കാട്ടിൽ ചുറ്റിനടക്കുമ്പോൾ സാഹസികതയും അപകടവും ഒരിക്കലും അകലെയല്ല. മനുഷ്യരോടുള്ള അവന്റെ ഭയവും വെറുപ്പും മൗഗ്ലിയെ നിരന്തരം പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. കടുവയുടെ നഖങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ അവൻ തന്റെ ബുദ്ധിയും ചടുലതയും ഉപയോഗിക്കണം. മൗഗ്ലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് ബാലു. കാട്ടിൽ ജീവിക്കുന്നതിന്റെ ഭാരം കുറഞ്ഞതും രസകരവുമായ വശങ്ങളെക്കുറിച്ച് മൗഗ്ലിയെ പഠിപ്പിക്കുന്ന അശ്രദ്ധയും ഉല്ലാസവുമുള്ള കരടി. കാട്ടിലെ ലളിതമായ ആനന്ദങ്ങൾ ആസ്വദിക്കാൻ അവർ ഒരുമിച്ച് പാടുന്നു, ഭീഷണിയുടെ നിഴലുകൾ വലിയ തോതിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും. മൗഗ്ലിയുടെ കഥയിൽ ഓരോന്നും തങ്ങളുടെ പങ്ക് വഹിക്കുന്ന ആകർഷകമായ ജീവികളാൽ കാട് സജീവമാണ്. അത്തരമൊരു ജീവിയാണ് കിങ് ലൂയി. മനുഷ്യലോകത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്താൻ സ്വപ്നം കാണുന്ന ഒറാങ്ങുട്ടാൻ. ചുവന്ന പുഷ്പത്തെ, തീയെ കുറിച്ചുള്ള മൗഗ്ലിയുടെ അറിവ് തേടുന്നു. മൗഗ്ലിയുടെ സഖ്യങ്ങളെയും ധൈര്യത്തെയും പരീക്ഷിക്കുന്ന നർമ്മവും എന്നാൽ ഭയാനകവുമായ രക്ഷപ്പെടലുകളിലേക്ക് അവന്റെ വികൃതികൾ നയിക്കുന്നു. കാട് നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു യഥാർത്ഥ കാട്ടുപുസ്തകം പോലെ ഓരോ അധ്യായവും മൗഗ്ലിയുടെ യാത്രയുടെ ഒരു പുതിയ വശം വെളിപ്പെടുത്തുന്നു. തന്റെ വീടായ കാട്ടിൽ നിന്ന് ജന്മനാ അവൻ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട നിമിഷം വരുന്നു. ബഗീരയും ബാലുവും വഴികാട്ടുകയും ചെന്നായ കുടുംബത്താൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മൗഗ്ലി തന്റെ ആന്തരിക സംഘർഷങ്ങൾ മറികടക്കുന്നു. ആത്യന്തികമായി തന്റെ ഹൃദയവും ജ്ഞാനവും തന്നെ രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലമാക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒടുവിൽ ഷേർ ഖാന്റെ ശക്തി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചാതുര്യവും പ്രകടമാക്കുന്ന ഒരു നാടകീയമായ ഏറ്റുമുട്ടലിലൂടെ മൗഗ്ലി അവനെ നേരിടുന്നു. ഷേർ ഖാന്റെ വേർപാട് ഉറപ്പാക്കാൻ കടുവ വെറുക്കുന്ന ഘടകങ്ങൾ, തീയും മനുഷ്യനിർമ്മിത ഉപകരണങ്ങളും ഉൾപ്പെടുന്ന ഒരു തന്ത്രപരമായ പദ്ധതിയായ കാടിനെക്കുറിച്ചുള്ള തന്റെ അറിവ് അദ്ദേഹം ഉപയോഗിക്കുന്നു. മൗഗ്ലിയുടെ കഥ സ്വന്തമായുള്ളതും ഐക്യവും സ്നേഹത്തിനും ധൈര്യത്തിനും ചിലപ്പോൾ രക്തബന്ധങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന ധാരണയുമാണ്. ഷേർ ഖാന്റെ വേർപാടോടെ കാട് ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുമ്പോൾ മൗഗ്ലി തന്റെ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നു.